അസ്സലാമു അലൈക്കും. ഹായ്, വെൽക്കം ബാക്ക്. അങ്ങനെ കാത്തിരുന്ന് റമദാൻ മാസം നമ്മളിലേക്ക് എത്തി. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു നോമ്പ് കാലം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കിയാലോ. മൈദ ഓയിലും ഒന്നും യൂസ് ആക്കാണ്ട് കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പോളേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും പെട്ടെന്ന് കഴിയും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ പറയില്ലേ, വായിൽ വെച്ചാൽ അലിഞ്ഞ് പോകുന്ന പോലത്തേനൊക്കെ, അതുപോലത്തെ ഒരു കേക്കിനോ പോളാന്നോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കടലപ്പരിപ്പ്, അതായത് നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കൂലേ, ആ പരിപ്പ് വലിയ സൈസിലുള്ളത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് വേണം. ഇത് നമുക്ക് നേരത്തെ കുതിർത്തി വെക്കാം. ഒരു 3 മണിക്കൂർ മുമ്പേ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് ടൈമില്ല എന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളമില്ലേ, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അങ്ങനെ ഞാനിതിപ്പോൾ 3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കാം. അധികം ഓവർ കുക്കാക്കി എടുക്കണ്ട, അധികം വെന്ത് അലിഞ്ഞ് പോയാൽ നമുക്കിത് അരച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് 2 വിസിൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ആ വെള്ളം മാറ്റി പരിപ്പൊന്ന് നമ്മൾ അരിപ്പയിലിട്ട് മാറ്റി വെക്കും. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു 5 മുട്ട പൊട്ടിച്ചിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇടുക. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ്, 1/2 കപ്പ് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിലർ ഇതിന് പാൽ യൂസ് ചെയ്യും, ഞാൻ പാൽപ്പൊടി കേട്ടോ ഇടുക. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടൻ്റെ പച്ചച്ചോവയൊക്കെ മാറിക്കിട്ടാൻ വാനില എസൻസ് ഇട്ടിച്ചാൽ നല്ലതാണ്. ഇനി ഒരു 2-3 ഏലക്കായി, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ആക്കിയെടുത്താണ്, അതാണ് കേട്ടോ ഇത് ഇങ്ങനെ. ഇനി ഒരു നുള്ളുപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നിച്ച് ബ്ലെൻഡ് ചെയ്ത് തരാം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ പോള ഉണ്ടാക്കാനുള്ള പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, പിന്നെ ആ കേക്ക് കഴിക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി വെക്കും. ഈ ബാക്കിയുള്ള നെയ്യിലോട്ട് തന്നെ നമുക്കിനി നേരത്തെ അടിച്ച് വെച്ച ബാറ്ററില്ല, ആ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കുക. ആവി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ച് കേട്ടോ, എന്തെങ്കിലും വെച്ചിട്ട് ആ ഹോൾ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താണ് നമ്മൾ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പഴയ പാനോ മൂടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അത് കണ്ടില്ല, അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഇത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിനായാലും വീട്ടിൽ വിരുന്നുകാർ വരികയാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്, കേക്കല്ല പോള. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി സ്നാക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.